மாற்றி கையில் இருந்த காசெல்லாம் எடுத்து இந்த ஊரை விட்டே ஓடி போயிடுச்சுப்பா. മനു 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 ഇന്നലെ രാത്രി ഇവിടെ നല്ല ഇടിമിന്നലുണ്ടായിരുന്നു. അതിൽ നമ്മളുടെ അടക്കം 3 പ്രിന്ററിൽ പിടിപ്പിച്ച പുതിയ ഹെഡെല്ലാം അടിച്ചുപോയി. ഒറ്റയടിക്ക് 10-12 ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത്. അതിൽ 1-2 എണ്ണത്തിൻ്റെ ബോർഡും പോയത്രേ. പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആള് മുങ്ങി. മറ്റന്നാൾ ഉദ്ഘാടനമാണ്. നാട്ടുകാരോടൊക്കെ പറയുകയും ചെയ്തു. നമ്മളിനി എന്താ ചെയ്യുക വർഗീസേട്ടാ? എനിക്കറിയില്ല. ഇവൻ്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ. അന്ന് കല്യാണം, ഇപ്പം ഇത്. നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കഥ കൂടിയാണ്. അല്ലാതെ ഇപ്പം എന്താ പറയുക? എൻ്റെ അമ്മാവൻ എന്തായാലും സന്തോഷവും. ഇതെങ്ങടാ മനു? നമ്മളിത് കൊണ്ടുപോകണം വർക്കേട്ടാ. എന്തിന്? ഇരുമ്പ് വിലയ്ക്ക് പൊളിച്ചു വെക്കാന്നല്ലാതെ ഇത് കൊണ്ടുപോയിട്ട് ഇനി എന്ത് ചെയ്യാനാ മനു? ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. കറക്റ്റ്. പറഞ്ഞ സമയത്തിന് നമ്മൾ ആ പ്രിന്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കും. എടാ, ഇതല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല വർക്കേട്ടാ. എനിക്കിപ്പോഴും ഇത് ശരിയാവുമെന്ന് തോന്നണില്ല കേട്ടോ മനു. ഒന്നാവും നിന്റെ സമയം ശരിയല്ല. ഇനി വർക്ക് ചെയ്യാത്ത പ്രിന്ററും പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെന്ന് വീണ്ടും നാട്ടുകാരുടെ മുന്നിൽ വഷളാവാനാണോ നിന്റെ പ്ലാൻ? വിത്തൗട്ടാണോ ചോദിച്ചിട്ട് കൊടുക്കണം. ഇത് ഒരുമിച്ച് ചേർത്താൽ നോണോ വെജാണോ ചോദിക്കണ്ടേ? പ്രഭു, എനിക്കിവിടെ കയ്യും കാലും മുടച്ചിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റണില്ല. നിങ്ങളൊന്ന് കൂളാവെന്റെ വർക്കേട്ടാ. ഒന്നും കാണാതെ അവനെതിരെ ഇറങ്ങില്ലാലോ. പപ്സ് വേണ്ട, നീ ഇതിന്റെ മനുവേ, നിന്റെ പ്ലാൻ എന്താന്ന് ഇയാളുടെ അടുത്തൊന്ന് പറയും. അല്ലെങ്കിൽ ആളിപ്പോ ടെൻഷൻ അടിച്ച് കാലിയാവുന്ന തോന്നുന്നു. മനു, ഇത് വെറും കുട്ടിക്കളിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിച്ചേക്കണേ. ഇത് വർക്ക് ചെയ്യാത്ത മെഷീനാണെന്ന് ആരെങ്കിലും അറിഞ്ഞാ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്ന് വർക്കേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഓവറാക്കല്ലേ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാ കടയുടെ ഉദ്ഘാടനം നടക്കുന്ന പോലെ ഇതും അങ്ങ് നടക്കും. പ്രസിഡന്റ് വരുന്നു, നാട മുറിക്കുന്നു, നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് ആളുകൾ പിരിയുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ. പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം നടത്തണം. അത് മാത്രം ഇപ്പൊ ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ വന്നേ, നമുക്ക് പോയിട്ട് ഉദ്ഘാടനത്തിനുള്ള നാടേ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കാം. പരിപാടികളല്ലേ? ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഈ നാട് മുറിക്കൽ പരിപാടികളൊന്നും ഇല്ലാന്ന്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇതുപോലൊരു സംഭവം എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രിന്റ് അടിച്ച് കാണിച്ചാണ് ഉദ്ഘാടനം. പ്രസിഡന്റ് ഓക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട്? പൊളിക്കില്ലേ? പൊളിക്കും, പൊളിക്കും. എല്ലാരും കൂടെ പൊളിക്കും. അതാണ് ഞാൻ ഇപ്പൊ തന്നെ എല്ലാരോടും പോയി പറയട്ടെ. ഓക്കെ, പെണ്ണിനെ പോയി പിടിയടാ. അവന്റെ അടുത്ത് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ. അവൻ റൂമിന്റെ ഉള്ളിലേക്ക് പോയത് കണ്ട. നമ്മുടെ ചെക്കനാണ്, ഒന്നും കാണാതെ അവനൊന്നും ചെയ്യില്ല. നിങ്ങൾ വരി. മനു, മനു, മനു എങ്ങനെയാ? പറ, നിന്റെ പ്ലാൻ പറ. നീ ചെയ്യാൻ പോണ എന്താന്ന് ഞങ്ങൾക്കും കൂടെ അറിയണം. അവൻ പറയട്ടെ. മനു, മനു, ഉദ്ഘാടനം ആൾക്കാരെത്തി, പ്രസിഡന്റ് എത്തി, വേഗം എണീക്ക്.
പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാർ. വെൽക്കം മാം. സുഖമായിരിക്കുന്നോ? ആ സുഖം. ഇവിടെയെല്ലാം okay അല്ലേ? തുടങ്ങിയാലോ? ഇതാണ് മാം ഡിസൈനിങ് സെക്ഷൻ. ഓ ഓക്കെ. ഫുള്ള് മനുവിന്റെ കൺസെപ്റ്റാ. ഈ പെയിന്റിങ്സ് ഒക്കെ മനു വരച്ചതാ. നന്നായിട്ടുണ്ടല്ലേ മാം? അതെ ആ അതെ. മനു പെയിന്റിങ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. സൂപ്പർ. എന്നാ തുടങ്ങിയാലോ മാം? ആ മനു പ്രിന്റർ കാണിക്കും. വരും മാം. ആ. വാ മാം. ഇതാണ് പ്രിന്റർ. ഓക്കെ. നമ്മുടെ അവിടെ ആദ്യമായിട്ടാ, പുതിയ മോഡലാ. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണല്ലേ? ഇനിയിപ്പോ ഇലക്ഷൻ വർക്കൊക്കെ മനുവിന് തന്നെ ചെയ്യാമല്ലോ അല്ലേ? പ്രിന്ററൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. ഇനി എല്ലാവർക്കും ചായയും സ്നാക്സും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഗീസ് ചേട്ടാ. റെഡി അല്ലേ മനു? വാ സമയായി. നന്നായിട്ടില്ലേ? തുടങ്ങാം. ആ വരൂ. മനു ഓൺ ചെയ്യേ. മനു വേഗം. It's okay. പ്രഭു വാടാ. ഫ്ലെക്സ് ലോഡ് ചെയ്യാൻ പോവാണോ? അതെ മാം. എന്താണ് കിടന്ന് പരിങ്ങണേ? അല്ല ഇപ്പൊ റെഡിയോ? ചേട്ടാ ഈ ചായക്ക് ശേഷം പപ്സ് കൊടുക്കണോ അതോ പപ്സ് കൊടുത്ത ശേഷം ചായ കൊടുക്കണോ? പോടാ പാകല്ലേ. പ്രഭു ഷീറ്റ് പിടിച്ചോളേ. മാറിയുന്നു. മനോഹരം. ഉദ്ഘാടനം പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. ഏത് ബട്ടൺ പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്താൽ അവരത് ചെയ്തോളും. ആ പ്രസിഡന്റ് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഞെക്കും, ആകെ കുളമാവും. മനു ഏതാ പ്രസ് ചെയ്യണ്ടേ? പ്രിന്റിൽ പ്രസ് ചെയ്യട്ടെ. ഓക്കെ അല്ലേ? കൈയടിക്കുന്നു. കളറിൽ അടിച്ചു കണ്ടില്ലേ? ഓൾ ദി ബെസ്റ്റ് മനു. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ചേച്ചി ചിരിക്കുന്നു അങ്ങോട്ട്. ഒന്ന് പോടാ. അപ്പൊ ചായ കുടിച്ചിട്ട് പോകാട്ടോളി. ചായ ഉണ്ട്, പപ്സ് ഉണ്ട്, എല്ലാം ശരി കാണാം. അവൻ വർഗീസേട്ടൻ വിളിച്ചിട്ട് അകത്തേക്ക് പോയി തോന്നുന്നുണ്ട്. എടാ കുരുത്തം കെട്ടവനെ, തോന്നിയാസം കാണിക്കരുത്. പ്രിന്റർ ശരിയായ എൻ്റെ അടുത്തൂടെ പറയണോ, അല്ലാതെ ആസാക്കരുത്. വർക്കേട്ടാ പ്രിന്റർ ഒന്നും ശരിയായിട്ടില്ലാന്ന്. ഇത് നമ്മൾ കോയമ്പത്തൂർ അടിച്ച പ്രിന്റ് ഇല്ലേ, അതാണ്. അതങ്ങനെ പ്രിന്ററിന് അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. സസ്പെൻസ്. നേരത്തെ ഇത് പരിപാടി. ഒരു സെക്കൻഡ്, പുറത്തുനിന്ന് ആള് വരുന്നുണ്ടോ നോക്കണേ. ആ ലിവർ ഒന്ന് പൊക്ക്. ആ നമുക്ക് റോൾ ചെയ്യാം. ശരിക്കും പെട്ടു എന്നാ വിചാരിച്ചത്. പക്ഷെ ബോധം വന്ന സമയത്ത് പെട്ടെന്ന് ദയവായിട്ട് തോന്നിച്ചതാ. ഈ ഹെഡും ബോർഡും ഒന്നും വർക്ക് ചെയ്യൂല. പക്ഷെ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഈ റോളറൊക്കെ കറങ്ങുകയും ചെയ്യും, ഷീറ്റും പുറത്തേക്ക് വരും. കമ്പ്യൂട്ടർ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതായിപ്പോ നോക്കിക്കോളെ, പ്രിന്റിന് എല്ലാവരും കാത്തു നിന്നില്ലേ? ആ സമയത്ത് ആരും അറിയാണ്ട് ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. ഇവനെ ഇങ്ങോട്ട് അയച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നടക്കില്ല. ഇപ്പൊ എന്തായി? വഴിയെ പോയൊരുത്തൻ തിന്നിട്ട് എല്ലിന്റെ അടി കയറി ഒരു മണകൊടാഞ്ച്. അവനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു. ഒടുവിൽ അവൻ ഈ മണകുടാഞ്ചനിട്ട് നല്ല വെടുപ്പായി ഒരു പണി കൊടുത്തു. സ്വന്തം നാട്ടിലൊരു സ്ഥാപനം. എന്റെ ആ സ്വപ്നം നീ നശിപ്പിച്ച് ഉണ്ടാക്കിയതൊക്കെ മുടിപ്പിക്കാനല്ലാണ്ട് നിന്നെ കൊണ്ടൊക്കെ എന്തിനാണ്ടാ പറ്റുക? രാഹുലേ രാഹുലേ വിട്ടുകളാളിയാ, നിന്റെ അച്ഛനല്ലേ? നമ്മളൊന്നും തിരിച്ചു പറയില്ല എന്നുള്ള ഈ കലിപ്പൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ചില്ല ഈ കളിയാക്കലാണോ? എല്ലാത്തിനും കാരണം മനുവോ എന്നെ അങ്ങനെ ആസാക്കിട്ടും അവൻ ഇവിടെ അങ്ങനെ വരച്ചണ്ട. കേറാം. ഇരിക്കി നല്ലോണം അമർന്നിരിക്കി. അങ്ങനെ നീ ഇപ്പൊ ഇരിക്കണ്ട, ഇങ്ങോട്ട് വാ. നാട്ടുകാരെ മൊത്തം ആസാക്കി എന്നാ നിന്റെ വിചാരം? വർക്ക് ചെയ്യാത്ത ഈ സാധനം വെച്ചോണ്ട് ഈ കളി ഇനിയും തുടരാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? പറ്റും വർക്കേട്ടാ.
പ്രിന്റർ ശരിയാക്കി എടുക്കാൻ ഒരു വഴി തെളിയുന്നവരെ നമ്മളിതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വേണ്ട, നീ ഇനി ഈ പരിപാടി തുടരാനാണ് മോന്റെ പ്ലാനെങ്കിൽ നാട്ടുകാരുടെ തല്ല് നീ ഒറ്റയ്ക്ക് മേടിച്ചാൽ മതി. എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. കോയമ്പത്തൂരുള്ള പ്രിന്റേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. നമുക്ക് വരുന്ന ഓർഡറൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മെയിൽ അയക്കുന്നു, അവരത് പ്രിന്റ് അടിച്ച് ബസ് കയറ്റി വിടുന്നു, നമ്മളത് ടൗണിൽ നിന്ന് കളക്ട് ചെയ്ത് നാട്ടുകാരും അറിയാതെ ഇവിടെ അടിച്ചാണെന്ന രീതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? ഉണ്ട പുഴിഞ്ഞ പോലുണ്ട്. എടാ പൊട്ടാ, പെട്ടെന്നൊരാൾ കയറി വന്നിട്ട് ഇപ്പൊ പ്രിന്റ് അടിച്ച് തരാണെന്ന് പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഓ, എന്തൊരു നെഗറ്റീവാണ് നിങ്ങള്. അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം. മനു, ഫസ്റ്റ് വർക്ക് ഇതേ എന്റെ വക. നമുക്കിത് ഇപ്പൊ തന്നെ പ്രിന്റ് അടിക്കാം. അക്ഷയുടെ ബോർഡാ, ഞാൻ ഡിസൈൻ ചെയ്തതാ. പ്രിന്റ് അടിക്കാം. പിന്നെന്താ ഇപ്പൊ അടിച്ചു തരാം അല്ലടാ മനു? ഓ നെഗറ്റീവ് ആവല്ലേ, ബി പോസിറ്റീവ്. ഇപ്പൊ തന്നെ അടിച്ചു വാങ്ങിച്ചിട്ട് പോയാ മതി കേട്ടോ. ഇപ്പൊ പ്രിന്റ് അടിക്കാം. അല്ല ശ്രീജ, ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് പിന്നെ ചെയ്യാം. അല്ല ഇത് ഇപ്പൊ വേണ്ട. അല്ല ഇപ്പൊ വേണ്ട ശ്രീജ. പ്ലീസ് മനു, ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്താ. ഇത്രയും വലിയ മെഷീനിൽ ഞാൻ ഒന്ന് കണ്ടോട്ടെ പ്ലീസ് മനു, എന്റെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് സമ്മതിക്കും പ്ലീസ്. അത് വിട്. പ്രശ്നം എന്താന്ന് വെച്ചാ ഇങ്കില്ലേ, പ്രിന്റിംഗ് ഇങ്ക്, അത് തീർന്നിരിക്കുക. നമ്മൾ ഇനോഗ്രേഷന് വേണ്ടിട്ട് തൽക്കാലം കുറച്ച് സംഘടിപ്പിച്ചാണ്. അതുകൊണ്ട് ഇനി പ്രിന്റ് അടിക്കാൻ പറ്റില്ല. ആ ശരി, പക്ഷെ പ്രിന്റ് ചെയ്യുമ്പോ എന്നെ എന്തായാലും വിളിക്കണം. പിന്നെ ഉറപ്പല്ലേ? പ്രോമിസ്? ഉറപ്പായിട്ടും. താങ്ക്സ്.